ഹലോ ഡിയേഴ്സ്, വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗുഡ് മോർണിംഗ്. സമയം 7:30 കേട്ടോ. ഇതുവരെ എണ്ണീറ്റില്ല. ഞാൻ രാവിലെ ആയി. ഇപ്പം എണീറ്റ് 5 മണിയായിരുന്നു സമയം നോക്കി, 6 മണിയായിരുന്നു സമയം നോക്കി, കുറേ സമയം നോക്കി ഇരുന്നപ്പോൾ രാവിലെ ഇന്നലെ ഉച്ചയ്ക്ക് തുടങ്ങിയ മഴയാണ്. ഇപ്പോൾ കുറച്ച് നേരം മുമ്പ് വരെ ഉണ്ടായിരുന്നത്. ഇപ്പം നല്ല മഴക്കോളും തണുപ്പുമാണ്. അതുകൊണ്ട് എണീക്കാൻ തോന്നുന്നില്ല. എനിക്ക് നല്ല എണീക്കാൻ തോന്നുന്നത്. അതിൻ്റെ കൂടത്തിൽ ഫാനും കൂടി ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഫാൻ ഓഫ്. അതുകൊണ്ട് ഞങ്ങൾ പുതച്ച് മൂടി കിടക്കുക. എണീക്കാനേ തോന്നുന്നില്ല. എണ്ണീറ്റ പല്ല് കേൾക്കണ്ടേ, അതുകൊണ്ട് ഇങ്ങനെ കിടക്കാമെന്ന് വിചാരിച്ചില്ലേ. കണ്ട മഴയത്ത് കുളിച്ച് നിൽക്കുക എല്ലാവരും രാവിലെ. അങ്ങനെ മടിച്ച് കിടന്ന് ഞാനും കേശപ്പനെ എണ്ണീറ്റ് കേട്ടോ. കേശപ്പൻ ഇങ്ങനെ ഉടുപ്പ് ഊരിയിട്ടൊക്കെ ആയിരുന്നു കിടന്നതൊക്കെ. നല്ല കൊതുകായി ഇവിടെ കേട്ടോ, ചെറിയ കൊതുക്, ഒരുപാട് തോട്ടമൊക്കെ ഉള്ളതുകൊണ്ടേ. പിന്നെ ഞാൻ പെട്ടെന്ന് ഉടുപ്പെടുത്തിട്ടീച്ച് ഈ കുറച്ച് സമയം ഡ്രസ്സ് ഇട്ടാതെ നടന്നപ്പോഴത്തേക്കിന് എൻ്റെ ദേഹത്തൊക്കെ കൊതുക് എല്ലാം കുത്തി പാടാണ്. അങ്ങനെ ഞാൻ ഉടുപ്പൊക്കെ ഇടിയിച്ച് എവിടെ ക്യാമറ വെച്ചാലും അവൻ വന്ന് ഇതുപോലെ പാട്ടും പാടി എന്തൊക്കെയോ പറയുന്നുണ്ട് അതിനകത്ത് കേട്ടോ. പിന്നെ ഇവിടെ എനിക്ക് തോന്നുന്നു വന്ന ഒരു ദിവസം 1-2 ദിവസത്തേക്കുള്ള വെയിലൊക്കെ ഉണ്ടായിരുന്നുള്ളേ. ബാക്കി ദിവസം എല്ലാം എനിക്കൊന്ന് ഉച്ചയ്ക്ക് ശേഷം ആകുമ്പോഴും മഴ. ഇപ്പം ഈ വീഡിയോ എടുത്തതിൻ്റെ അന്നെന്ന് പറഞ്ഞാൽ തലേദിവസം തുടങ്ങിയ ഉച്ചയ്ക്ക് തുടങ്ങിയ മഴ അടുത്ത ദിവസം രാവിലെ വരെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ നല്ല തണുപ്പൊക്കെ ഉണ്ട്, നല്ലൊരു കാലാവസ്ഥയൊക്കെ ആയിരുന്നു. അപ്പോൾ നമുക്ക് എണീക്കാനും തോന്നത്തില്ല. 8:30-9 മണിയൊക്കെ ആകുമ്പോഴും ഒരു 6-6:30 ഫീലിങ്സ് ഒക്കെയാണ്. അപ്പോൾ നമുക്ക് മടി പിടിച്ച് കിടക്കാൻ തോന്നുന്ന അതേ കാലാവസ്ഥ. പിന്നെ ഞങ്ങൾ രണ്ടുപേരുടെ നേരെ വെളിയിൽ പോയി പല്ല് തേപ്പൊക്കെയാണ് കേട്ടോ. പല്ല് തേപ്പും അങ്ങനെ മഴയും കൂടെ കഴിയുമ്പോഴത്തേക്കിനും ഭയങ്കര കൊതുകാണ്. ഇവിടെ അടുത്ത് റബ്ബർ തോട്ടമൊക്കെ ആയതുകൊണ്ട് ഭയങ്കര കൊതുകാണ്. നമുക്ക് ഇവിടെയൊക്കെ വന്ന് നിൽക്കുമ്പോഴത്തേക്കിന് കൊതുക് കടിച്ച് തിന്ന്, ഞാൻ കൊതുക് തിരിയും കൊണ്ടാണ് ചിലപ്പോൾ പോകുന്നത് പല്ല് തേക്കാനും വെളിയിലോട്ടൊക്കെ പോകുമ്പോഴത്തേക്കിന്. പിന്നെ നേരെ അടുക്കളയിലോട്ട് വന്നിട്ട് തപ്പിക്കൊണ്ടിരിക്കുന്നത് വേറെ ഒന്നുമല്ല, കാപ്പി ഇട്ടത് എവിടെയെന്നാണ് നോക്കുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ നോക്കി കാപ്പി ഇവിടെ വരുമ്പോൾ ഇങ്ങനെ രാവിലെ കാപ്പി കുടിക്കണം. അത് എന്തോന്നറിയത്തില്ല, നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കിന് എല്ലാം പിന്നെ ശീലങ്ങൾ മാറും, ഇവിടുത്തെ ശീലങ്ങളായിരിക്കും. അങ്ങനെ കാപ്പിയൊക്കെ എടുത്ത് വെച്ച് കുടിച്ച് കുറച്ച് ഞാൻ കേശപ്പനും കൊണ്ട് കൊടുത്തപ്പോഴത്തേക്കിന് ചില സമയത്ത് അവൻ ഇഷ്ടമാണ്, കുടിക്കുകയൊക്കെ ചെയ്യും. കട്ടൻ കാപ്പി എന്നൊക്കെ ചോദിച്ച് ചില സമയത്ത് കൊടുക്കുമ്പോൾ അവനും വേണ്ട. അങ്ങനെ ഞാൻ വെളിയിലോട്ടൊക്കെ പോയി ഒന്ന് കുടിച്ച് കുറച്ച് സമയമൊക്കെ നിന്ന്. അപ്പോഴുണ്ട് അച്ചാമ്മയാണെങ്കിൽ തൊഴിലുറപ്പിനൊക്കെ പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ് കേട്ടോ. പുള്ളിക്കാരത്തേക്ക് വെറുതെ ഇരിക്കുന്നത് ഇഷ്ടമേ അല്ല, എപ്പോഴും ജോലിയാണ് കേട്ടോ. ഈ തൊഴിലുറപ്പ് ഒരു ദിവസം ഇല്ലെന്നുണ്ടെങ്കിൽ വീട്ടിനകത്ത് വീട്ടിലും പറമ്പിലും എപ്പോൾ നോക്കിയാലും ഒരു പണിയില്ലെങ്കിൽ എന്തെങ്കിലും മമ്മട്ടിയൊക്കെ എടുത്ത് കിളച്ചുകൊണ്ട് നിൽക്കും. എല്ലാം കൃഷി ചെയ്യലും എല്ലാം ചെയ്യും കേട്ടോ. അപ്പം അച്ചാമ്മയുടെ മഞ്ഞൾ കൃഷിയിൽ നിന്നാണ് എനിക്ക് മഞ്ഞൾ കൊണ്ടുപോകുന്നത്, മഞ്ഞപ്പൊടി പൊടിച്ചത് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്നതും ഒക്കെ കേട്ടോ. അപ്പോൾ പണിക്ക് പോകാൻ ഇറങ്ങിയപ്പോഴത്തേക്കിന് ഒരു ഐറ്റം എടുക്കാൻ മറന്നു. ഇതിനകത്താണ് മുറുക്കാൻ വെച്ചുകൊണ്ട് പോകുന്നത് കേട്ടോ. ഇതിനകത്ത് വെറ്റയും പാക്കും ഒക്കെ വെച്ചുകൊണ്ട് പോകും. അപ്പോൾ അത് മറന്നു പോയിട്ട് എൻ്റെ അടുത്ത് എടുത്തു കൊടുക്കാൻ പറഞ്ഞു. പിന്നെ ഞാൻ എടുത്തുകൊണ്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ പോകുന്നത് കണ്ടോ, ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കണം. നമുക്കൊക്കെ എന്തെങ്കിലും ജോലി ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്ത് തീർത്തിരിക്കണമെന്ന് ഞാൻ എപ്പോഴും പറയും. പക്ഷേങ്കിൽ അച്ചാമ്മയ്ക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കണം. കേശപ്പം പിന്നെ രാവിലെ TV കാണലൊക്കെ തുടങ്ങി. ഇപ്പോൾ വരച്ച പടമായത് കേട്ടോ. ഭയങ്കര പടം വരപ്പും TV കാണലും എല്ലാം കൂടിയാണ്. അപ്പോൾ ഉണ്ട് മഴയുടെ ഒരു കാലാവസ്ഥ കൊണ്ട് ഞാൻ ചുമ്മാ വീടിൻ്റെ പുറത്തോട്ടൊക്കെ ഒന്ന് കയറി നോക്കി കേട്ടോ. അപ്പം ഇന്നലെ അതിലൊരു പഴുത്ത ഒരു ഓമയ്ക്കൊന്നും ഇപ്പോൾ ഉണ്ടായിരുന്നു കേട്ടോ. ഇന്ന് നോക്കിയപ്പോൾ കാണാനില്ല. അവിടെയാണെങ്കിൽ നമ്മുടെ തിരുവനന്തപുരത്ത് പൈസ കൊടുത്തല്ലേ ഓമയ്ക്കൊക്കെ വാങ്ങിക്കുന്നത്. ഇവിടെ പഴുത്തും പച്ചയ്ക്കൊന്നും നിന്നിട്ട് ആർക്കും വേണ്ട കേട്ടോ. അപ്പോൾ നല്ല മഴക്കോളിൻ്റെ കാലാവസ്ഥ. എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാലാവസ്ഥയാണ് ഈ മഴക്കാലം എന്ന് പറയുന്നത് കേട്ടോ. മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് ഒക്കെ ഈ ഒരു മൂടി കിട്ടിയ ഒരു അന്തരീക്ഷം ഉണ്ടല്ലോ, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അത് പിന്നെ ഇവിടത്തെയും കൂടി ആകുമ്പോഴത്തേന് പറയണ്ട കേട്ടോ. അപ്പോൾ നമ്മുടെ മാവിൽ കണ്ടോ കുറേ വർഷങ്ങൾ കൊണ്ടേ ഇത്തിൾ പിടിച്ച് കിടക്കുന്ന കേട്ടോ. ഇതിലെ മാങ്ങ ആണെങ്കിൽ അച്ചാറിടാൻ നല്ലതാണ്. പിന്നെ ഇപ്പോൾ എല്ലാം പൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുവാണ്. പൊഴിഞ്ഞു പോകുന്ന വെച്ചാൽ എല്ലാം കാക്കയെല്ലാം കൊത്തി പൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കും. കണ്ടോ അതിൻ്റെ ഇടയ്ക്കൊക്കെ മഞ്ഞൾ നിൽക്കുന്നതാണ്ടോ. നമ്മുടെ ഈ മഞ്ഞൾ ഇവിടെ എല്ലാം ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പൊടിച്ചാണ് ഞങ്ങൾ വീട്ടിലേക്കൊക്കെ ഉപയോഗിക്കുന്നതും എനിക്ക് തിരുവനന്തപുരത്ത് കൊണ്ടുപോകുന്നതും എല്ലാം.
അപ്പോൾ അമ്മ ദേ കടയിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി നിൽക്കുക. അപ്പോൾ എൻ്റെ അടുത്ത് എന്തൊക്കെ വേണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്, എന്തുവാ വേണ്ടേ കേശപ്പന് വേണ്ടതൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ മോൻ ഇന്ന് നല്ല മൂഡിലാന്ന് തോന്നുന്നു എണീറ്റ് വന്നതേ. അപ്പോൾ ചില സമയത്തൊക്കെ അവിടെ ആയാലും ഇവിടെ ആയാലും ചെയ്യുന്ന കുറച്ച് പരിപാടിയായിട്ട് ഭയങ്കര വൃത്തിയാക്കൽ, ചൂലെടുത്തുകൊണ്ട് വന്ന് തൂപ്പ്, തുടപ്പ് ഇതൊക്കെ അവിടെയും ചെയ്യും കേട്ടോ. നല്ല വൃത്തിയായിട്ട് ചെയ്യുന്ന കാര്യം. അപ്പോൾ ഈ ബെഡ് കണ്ടോ, ഈ ഷീറ്റൊക്കെ അവൻ തന്നെ വിരിച്ചിട്ട് ഞാൻ തൂത്തുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കിന് എൻ്റെ കൂട്ടത്തിൽ മാത്രമല്ല ഒറ്റയ്ക്കും അകത്ത് റൂമിലൊക്കെ പോയി ഷീറ്റ് വിരിക്കുന്നുണ്ട്. ഓരോ സാധനങ്ങളും എന്തൊക്കെയോ അടുക്കി പറക്കലും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് ഇവിടെയും വന്ന് ക്യാമറയിൽ നോക്കി എന്തോ കാണിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ എവിടെ ക്യാമറയിലും വെച്ചിട്ട് ഞാൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയി കഴിഞ്ഞ് വീഡിയോ എഡിറ്റ് ചെയ്യാൻ നേരത്തോ അല്ലെ വീഡിയോ ഒക്കെ നോക്കുമ്പോഴോ അതിനകത്ത് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കാണും കേട്ടോ. കേശപ്പൻ്റെ എന്തെങ്കിലും വികൃതിത്തരങ്ങൾ അതിനകത്ത് ഒപ്പിച്ച് വെച്ചിരിക്കുവേ. അപ്പോഴത്തേക്കിന് അമ്മ ദേ ഓട്ടോയിൽ വന്ന് സാധനമായിട്ട് വന്നിറങ്ങി. അപ്പോൾ ഓടിപ്പോയി സാധനമൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അവനറിയാം അവനുള്ള പ്രധാനമായിട്ട് എന്തെങ്കിലും അതിനകത്ത് കാണും എന്ന്. അങ്ങനെ ഓടിപ്പോയി ദേ സാധനമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. പിന്നെ ഞാൻ അകത്ത് കൊണ്ടുവച്ചിട്ട് ഞാനും എല്ലാം നോക്കി. നമുക്ക് എന്ത് സാധനം കൊണ്ടുവന്നാലും നോക്കണമല്ലോ എന്തൊക്കെയാണെന്നൊക്കെ. അങ്ങനെ ഞാനും എല്ലാം നോക്കി പറക്കിയൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. അപ്പം അവന് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ എന്തോന്ന് കൂടുതൽ വാങ്ങിച്ചത്, അതെനിക്ക് അങ്ങോട്ട് പിടിച്ചില്ല. ഞാൻ അതാണിങ്ങനെ ഒരു മുഖഭാവത്തിലിരിക്കുന്നത് കേട്ടോ. പിന്നെ അപ്പോഴത്തേക്കിന് കാപ്പിയൊക്കെ ഞങ്ങൾ ഉണ്ടാക്കി, ചപ്പാത്തി മുട്ടക്കറിയൊക്കെ വെച്ച് പാലും കൊണ്ടുവന്നതിന് ശേഷം ചായയിട്ട് ഞങ്ങൾ ഇന്ന് ലേറ്റായിട്ടാണ് കാപ്പിയൊക്കെ കുടിച്ചത് കേട്ടോ. എനിക്ക് തോന്നുന്നു 10:30-11 മണിയൊക്കെ ആയി. ആ സമയത്താണ് കാപ്പി കുടിക്കുന്നത്. ചപ്പാത്തി മുട്ടക്കറി. പിന്നെ ഈ വോയിസിൻ്റെ ഇടയ്ക്കൊക്കെ എനിക്ക് തോന്നുന്നു കൊച്ചി ടി വിയുടെ സൗണ്ട് കാണും കേട്ടോ. കേശപ്പൻ കൊച്ചി ടി വി വെച്ചുകൊണ്ടിരിപ്പുണ്ട്. എന്നിട്ട് ഞാൻ ഇപ്പുറത്തെ റൂം പൂട്ടിയിട്ടിരുന്നുകൊണ്ടാണ് ഈ വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ. എങ്കിലും ഇതിനകത്ത് സൗണ്ട് കിട്ടുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഡോറിലൊക്കെ വന്ന് കൊട്ടുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. പിന്നെ അമ്മ അതേ നമ്മൾ കാപ്പിയൊക്കെ കുടിച്ചതിന് ശേഷം ചക്കക്കുരു തോരൻ വെക്കാൻ തുടങ്ങുവാണേ. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് സ്ഥിരമായിട്ട് ചക്കക്കുരു തോരൻ, ചക്കക്കുരു മെഴുക്കുവരട്ടി ഇതൊക്കെ തിന്നാനാണ് ഇഷ്ടം. പുറത്തെ ചീര തോരനും അവിടെയാണെങ്കിൽ നമുക്ക് കുറച്ച് വാങ്ങിക്കുന്ന ചക്കയുടെ കുറച്ച് കുരുവൊക്കെ കാണുള്ളൂ. അതൊരു ചിലപ്പോൾ ഒരു പ്രാവശ്യമോ 2 പ്രാവശ്യമൊക്കെ എടുക്കുമ്പോഴത്തേന് തീരും കേട്ടോ. ഇവിടെ എപ്പോഴും ഉള്ളതുകൊണ്ട് ഇവിടെ വരുമ്പോൾ ഇതൊക്കെ തിന്നാനാണ് ഇഷ്ടം. പിന്നെ നമ്മൾ അകത്ത് വിറകടുപ്പ് കത്തിച്ചിട്ടില്ലായിരുന്നല്ലോ. ഇനിയിപ്പോൾ മഴയൊക്കെ തുടങ്ങിയോണ്ട് ഇനിയിപ്പോൾ കത്തിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഇതേ അകത്ത് വിറക് കത്തിച്ചു, ചോറൊക്കെ വെച്ചു. പിന്നെ ഇതാണ്ട് അമ്മ കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ നമ്മൾ പോയപ്പോൾ വാങ്ങിച്ച ചെടിയൊക്കെ നട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഇതുപോലെ അമ്മയ്ക്ക് ചെടിപ്രാന്താണ് കേട്ടോ. ഒരുപാട് ചെടികളുണ്ട്. നമ്മൾ മറ്റേ റീൽസിലൊക്കെ കാണുമല്ലോ, എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വരുമ്പം അവിടുന്ന് ഇവിടുന്നൊക്കെ ചെടികൾ പറിച്ചു എന്ന് പറഞ്ഞ പോലെ പണ്ട് നമ്മൾ എവിടെ പോയാലും അമ്മ കൊണ്ടുവരുന്നത്. ഇപ്പോഴും അതുപോലെ തന്നെ കേട്ടോ. അപ്പോൾ 2-3 ടൈപ്പ് എന്തോ ചെടിയൊക്കെ വാങ്ങിച്ചാൽ അതിനെയൊക്കെ വെച്ചുകൊണ്ട് നിൽക്കുവാണേ. അപ്പോൾ അതേ ഒരു വലിയൊരു മഴ പെയ്ത് കഴിഞ്ഞു കേട്ടോ. അപ്പോഴും ഞാൻ നല്ലൊരു അന്തരീക്ഷം, എനിക്കിതൊക്കെ കാണുമ്പോൾ അച്ചപ്പ് കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ. അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോയി വീഡിയോ എടുക്കുന്നതേ. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊക്കെ ഓർക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.